ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊളൈഡർ എന്ന് പറഞ്ഞ സംഭവമാണ്. കൊളൈഡർ. ഓക്കെ, ഇതൊരു ബോക്സ് കൊളൈഡറാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ നോക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ റിയൽ വേൾഡിൽ ഇപ്പോൾ 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോൾ പുക അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടന്നു പോകണം. അപ്പോൾ പുകയിൽ നമ്മൾ അങ്ങനെ കൈയിടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകും. അല്ലെങ്കിൽ ലൈറ്റ്, സ്മെല്ല്, അതിനൊന്നും ഒരു ഫിസിക്കൽ ഫോമില്ല. എന്നാൽ ഒരു പേനയും ഒരു മതിലും, ഈ പേന നമുക്ക് മതിലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാൻ പറ്റില്ല. ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ പറ്റും, പക്ഷെ ഇല്ലാത്ത സ്ഥിതിക്ക് പറ്റില്ല. അതിന് തമ്മിൽ കൊളൈഡ് ചെയ്യും. അതേ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഒരു കൊളൈഡർ. അതായത് 2 സാധനങ്ങളിൽ കൊളൈഡറുള്ള 2 സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഈ സാധനങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും കൂട്ടി ഉള്ളിൽ കൂടെ അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ 2 ഇതുകൾ കണ്ടോ, അത് തമ്മിലൊരിക്കലും ഉള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ല. അതിനാണ് ഇവിടെ ബോക്സ് കൊളൈഡർ യൂസ് ചെയ്യുന്നത്. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഈ കമ്പോണൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ നമുക്കിത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രകാരം നമുക്ക് ഈ സാധനം വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. അതിൻ്റെ കൊളൈഡറിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് വലുതാക്കാൻ ചെറുതാക്കാനൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രിഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ട്രിഗർ ഓൺ ആണെങ്കിൽ ഇത് കൊളീഷൻ അനുവദിക്കും. അതായത് കടന്നു പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കോയിൻ, ഒരു മാരിയോ പോലത്തെ ഗെയിമിൽ ഒരു കോയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രിഗർ വെച്ചിട്ടാണ് ആ കോയിൻ വർക്ക് ചെയ്യുന്നത്. അതായത് ക്യാരക്ടറിന് അതിനുള്ളിൽ കൂടെ കടന്നു പോകാം. പക്ഷെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഗെയിമിനൊരു ലോജിക്ക് വരാണെങ്കിൽ കോയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അപ്പോൾ ആ കോയിൻ അവിടെ നിന്ന് നശിച്ച് പോവുകയാണ്. പകരം ഒരു സൗണ്ടും കേൾക്കും. പിന്നെ നമ്മൾ കോയിൻ കളക്ട് ചെയ്തെന്നുള്ള പോലത്തെ ഒരു യുഐയും കാണും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫിസിക്സ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രിക്ഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഇതിൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ എന്താ പറയുക, കൊളൈഡറിൻ്റെ സെൻറ്റർ പൊസിഷനും സൈസും ഒക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് അതിന് എവിടെ വരണം എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും.